ഭാരത് സ്റ്റേജ് 3 വാഹനങ്ങൾ വിൽക്കുന്നതിന് ഏപ്രിൽ 1 മുതൽ നിരോധനം. കച്ചവട താൽപര്യമല്ല, ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനമെന്ന് സുപ്രീംകോടതി. സമയപരിധി നീട്ടണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. വിവരങ്ങളുമായി സന്തോഷ് സലിംഗ് ചേർന്നുണ്ട്. സലിംഗ്, വിവരങ്ങൾ. സൗമ്യ, പരിസ്ഥിതിക്ക് ദോഷകരം എന്ന് കണ്ടതിനെ തുടർന്ന് ഭാരത് സ്റ്റേജ് 3 നോം ഉള്ള വെഹിക്കിളുകൾ വിൽക്കുന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നേരത്തെ തന്നെ ഒരു ഹർജിയുണ്ട്. ഈ ഹർജിയിൽ കഴിഞ്ഞ 1.5 വർഷമായി വാദം നടന്നു വരികയായിരുന്നു. ഇന്ന് അല്പസമയം മുമ്പ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അന്തിമോക്കുന്നു. നിലവിൽ ഉള്ള BS3 സ്റ്റേജ് വാഹനങ്ങൾ പിന്നീട് പുനഃക്രമീകരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേജിലേക്ക് ഉയർത്താനോ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരം വാഹനങ്ങൾ ഇനി വിൽക്കാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഏപ്രിൽ 1 മുതൽ ഈ നിരോധനം നിലവിൽ വരും. പരിസ്ഥിതിക്ക് വളരെയേറെ ദോഷം ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ധന ഉപയോഗക്ഷമത കണക്കിലാക്കിയാണ് BS3 നോമുകൾക്ക് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം വാഹനങ്ങൾ വിൽക്കുന്നത് തടഞ്ഞിരിക്കുന്നത്. എന്തായാലും ഏകദേശം വിവിധ വാഹന നിർമ്മാതാക്കളുടെ കൈവശമുള്ള വാഹനങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 12,000 കോടി രൂപയുടെ വാഹനങ്ങൾ വിൽക്കാൻ ഇനിയാകില്ല. ഇതിൽ തന്നെ 6 ലക്ഷം 2 വീലറുകളുണ്ട്, ഏകദേശം 40,000-ഓളം 3 വീലറുകളുമുണ്ട്. ഇതാണ് അങ്ങനെ മൊത്തം 8.24 ലക്ഷം വാഹനങ്ങൾ ഇനി വിൽക്കാനാകില്ല. ഇതിന്റെ വില കണക്കാക്കുമ്പോഴാണ് 12,000 കോടി രൂപ വരുന്നത്. ഹീറോ മോട്ടോർ കമ്പനിക്ക് മാത്രം ഏകദേശം 1,600 കോടി രൂപയുടെ നഷ്ടവും ഇതുവഴി ഉണ്ടാകും. എന്തായാലും ഇത്തരം വാഹനങ്ങൾ സുപ്രീം കോടതി ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് രാജ്യത്ത് വിൽക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. സന്തോഷ് സലിംഗാണ് വിവരങ്ങൾ നൽകിയത്. AK ശശീന്ദ്രനെതിരായ ഫോൺ വിളി ആരോപണം റിട്ടയർഡ് ജഡ്ജി SP ആന്റണി കമ്മീഷൻ അന്വേഷിക്കും. ഫോൺ സംഭാഷണത്തിലെ ഗൂഢാലോചന, നിയമലംഘനം, ദുരുപയോഗം, കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നിവ സമഗ്രമായി കമ്മീഷൻ പരിശോധിക്കും. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. മന്ത്രിസഭായോഗത്തിന്റേതാണ് തീരുമാനം. മന്ത്രി AK ശശീന്ദ്രനെതിരെ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ഫോൺ സംഭാഷണം അന്വേഷിക്കാൻ റിട്ടയർഡ് ജഡ്ജ് PS ആന്റണി കമ്മീഷനെ മന്ത്രിസഭായോഗം നിയമിച്ചു. കഴിഞ്ഞ ദിവസമാണ് വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ വരുമെന്നതും മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ചാനൽ സംപ്രേഷണം ചെയ്ത സംഭാഷണത്തിൽ നിയമവിരുദ്ധമായ കൃത്യങ്ങളോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടുണ്ടോ എന്നത് പ്രധാനമായും കമ്മീഷൻ പരിശോധിക്കും. സംഭാഷണം ഏത് സാഹചര്യത്തിൽ ഉണ്ടായതാണ്, റെക്കോർഡ് ചെയ്ത പ്രസ്തുത സംഭാഷണം പിന്നീട് ദുരുദ്ദേശപരമായി എഡിറ്റ് ചെയ്യുകയോ അതിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ, അതിന് പിന്നിൽ ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിവയാണ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അതും ഉൾപ്പെടെ സമഗ്ര അന്വേഷണം കമ്മീഷന് നടത്താം. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോയെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. SM വിജയാനന്ദ് ഈ മാസം വിരമിക്കുന്ന സാഹചര്യത്തിലാണ് നളിനി നെറ്റോയുടെ നിയമനം. സുബ്രത വിശ്വാസാണ് പുതിയ ആഭ്യന്തര വിജിലൻസ് സെക്രട്ടറി. നിലവിൽ PWD അഡീഷണൽ ചീഫ് സെക്രട്ടറിയായിരുന്നു. പ്ലാനിംഗ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ VS സെന്തിലിന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ ചുമതല കൂടി നൽകും. സത്യജിത് രാജൻ പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധിക ചുമതല വഹിക്കും. ഷീല തോമസ് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ആശ തോമസ് ആയിരിക്കും പുതിയ PWD സെക്രട്ടറി. ടൂറിസം ഡയറക്ടറായി P ബാലകരനെ നിയമിച്ചു. ഹരിത V കുമാറാണ് പുതിയ പഞ്ചായത്ത് സെക്രട്ടറി. പൊതുഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സത്യജിത് രാജനെ നിയമിക്കും. മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിലെ മുഖ്യപ്രതി ഉദുപ് വർഗീസ് അറസ്റ്റിൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് CBI ആണ് അറസ്റ്റ് ചെയ്തത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ആശുപത്രികളിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് രേഖകളിൽ കൃത്രിമം കാട്ടുകയും 300 കോടിയിലധികം രൂപ തട്ടിയെടുക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ്. തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണം ഹവാലയായി വിദേശത്തേക്ക് കടത്തിയെന്നും ഇയാൾക്കെതിരെ കേസുണ്ട്. ഇയാളെ പിടികൂടാൻ CBI ഇന്റർപോളിന്റെ സഹായം തേടിയിരുന്നു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വൻ അഴിമതിയെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതിക്കാരെ കൽത്തുറുങ്കിൽ അടയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. SLC ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സെക്രട്ടറിയേറ്റിന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കവെയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞത്. ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിരിക്കുന്നു. ചോദ്യപേപ്പറുകൾ ചോരുന്നു. ബഡ്ജറ്റ് ചോർന്നത് നമ്മുടെ അടുത്ത ദിവസമായിരുന്നു. ഇപ്പോൾ ബഡ്ജറ്റിന് ശേഷം ഇതാ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു. ചോദ്യപേപ്പർ ചോരുക മാത്രമല്ല, വലിയ
മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക്. സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ മുഴുവൻ സമയവും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമാണ്. UDF സ്ഥാനാർത്ഥി ഇന്ന് മഞ്ചേരിയിലും LDF സ്ഥാനാർത്ഥി കൊണ്ടോട്ടിയിലുമാണ് പര്യടനം നടത്തുന്നത്. NDA സ്ഥാനാർത്ഥി മലപ്പുറം വേങ്ങര മണ്ഡലങ്ങളിലും വോട്ടർമാരെ കാണും. UDF-നേക്കാൾ 3 ദിവസം വൈകിയാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിലും സ്ഥാനാർത്ഥി MB ഫൈസൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു റൗണ്ട് പ്രചാരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമം. ഫൈസൽ ഇന്ന് കൊണ്ടോട്ടി മണ്ഡലത്തിലാണ് വോട്ടർമാരെ കാണുന്നത്. UDF മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിയാണ് പ്രചാരണം നടത്തുന്നത്. മണ്ഡലത്തിൽ ആവേശകരമായ പ്രതികരണമാണുള്ളതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നു. പ്രതികരണങ്ങളുടെ പ്രതികരണം പൂർണ്ണമായും UDF-ന് അനുകൂലമായിട്ടാണ്, ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായിട്ടാണ്. മഞ്ചേരിയിലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പര്യടനത്തിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് മലപ്പുറത്തുണ്ട്. NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് മലപ്പുറം വേങ്ങര മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട പരസ്പരവിരുദ്ധമായ വാർത്തകൾ പ്രചരിക്കുമ്പോഴും സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇടുക്കിയിൽ. പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായി സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്ത് CPIM ഉൾപ്പെടെയുള്ള പാർട്ടികളും നാട്ടുകാരും പ്രധാന കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മൂന്നാറിലെ ജനങ്ങളെ ഭൂമി കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്നവർക്കെതിരെയുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടത്. കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും രണ്ടായി കാണുമെന്ന സർക്കാർ തീരുമാനത്തെ മലയോര മേഖല രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. സർക്കാരിന്റെ തീരുമാനങ്ങളെ അഭിനന്ദിച്ച് CPIM-ന്റെ നേതൃത്വത്തിൽ മൂന്നാർ, ചെറുതോണി, കട്ടപ്പന, വണ്ടിപ്പെരിയാർ, അടിമാലി തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മൂന്നാറിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ കെട്ടിടങ്ങൾക്ക് നിയമസാധുത നൽകിയത് പ്രാദേശിക UDF ഭരണകൂടമാണെന്നും പ്രാദേശിക UDF ഭരണകൂടത്തെയാണ് ചെന്നിത്തല പിരിച്ചുവിടേണ്ടതെന്ന് അടിമാലിയിൽ പ്രകടനത്തിൽ പങ്കെടുത്ത CPIM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. 10 വർഷമായിട്ട് ഇവിടെ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF-ന്റെ പഞ്ചായത്താണ്. അവിടെ മുഴുവൻ കെട്ടിടങ്ങൾക്കും അംഗീകാരം നിർമ്മിക്കുന്നതിനുള്ള അംഗീകാരം കൊടുത്തിരിക്കുന്നത് UDF-ന്റെ പഞ്ചായത്താണ്. ആദ്യം അതിനകത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ UDF-ന്റെ പഞ്ചായത്തിനെ രമേശ് ചെന്നിത്തല പിരിച്ചുവിടുക വേണ്ടത്. കർഷകർ നട്ടുവളർത്തിയ 28 ഇന മരങ്ങൾ മുറിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. 1977 മുമ്പ് കൈവശമുള്ള സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നതിന് അനുമതി നൽകും തുടങ്ങി ജനോപകാരപ്രദമായ തീരുമാനങ്ങളാണ് സർക്കാർ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വേനലിൽ പ്രകൃതിക്കുണ്ടാകുന്ന പലതരം പരിണാമങ്ങൾ നാം കാണാറുണ്ട്. വരൾച്ചയുടെ കാഠിന്യം കൂടുമ്പോൾ ആ മാറ്റങ്ങളും അസാധാരണമാകാം. അത്തരത്തിലൊന്നാണ് തിരുവനന്തപുരം അമ്പൂരിയിലേത്. പുഴ കിണറിലേക്ക് ചുരുങ്ങിയതിന്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങുകയാണ് ഇന്ന് ഈ ഗ്രാമം. പുഴയുടെ കണ്ണീരാണ് ഇന്ന് ഒരു നാടിന്റെ കുടിനീർ. ഈ ചെറിയ കിണറിലേക്ക് ചുരുങ്ങും മുമ്പ് അവൾ സമൃദ്ധയായി ഒഴുകിയിരുന്നു. അത് ഏറെക്കാലത്തിനപ്പുറമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. ആ കാഴ്ച ഇന്ന് നമ്മെ അത്ഭുതപ്പെടും. തിരുവനന്തപുരത്തെ അമ്പൂരി എന്ന ഗ്രാമത്തിന്റെ ആശ്രയവും അഭിമാനവുമായിരുന്ന പന്തപ്ലാമൂട് പുഴയാണ് വേനലിന്റെ കാഠിന്യത്തിൽ ദിവസങ്ങൾക്കകം മെലിഞ്ഞില്ലാതായത്. 4 മാസം മുമ്പ് 4 ആൾ പൊക്കത്തിൽ വെള്ളമൊഴുകിയിരുന്ന മണ്ണിൽ ഇന്ന് 3 ആൾ താഴ്ചയിലാണ് ജലനിരപ്പ്. പാലം മുട്ടി ഒഴുകിയിരുന്ന വെള്ളം പിൻവാങ്ങിയിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. അമ്പൂരിയുടെ വരൾച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന വെറും തൂണുകൾ. പുഴ ഒഴുകിയ സ്ഥാനത്തുള്ള ഈ കിണർ മാത്രമാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ ഏക കുടിവെള്ള സ്രോതസ്. ആറ്റിന്റെ കരയിലൊക്കെ ഓരോ കുഴികൾ കുത്തി ഓരോരുത്തർ, അത് വെറും നാറ്റമാണ്, ഈ ഓരവ, അപ്പൊ കുടിക്കാൻ ഒക്കില്ല. അതുപോലെ ഇല്ല. വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുളിക്കാനൊക്കെ വെള്ളമൊന്നുമില്ല, കുടിക്കാനും വെള്ളമില്ല. അന്നൊക്കെ നമ്മുടെ കണ്ടത്തിലൊക്കെ ഒരു കുഴിയൊക്കെ കുഴിച്ചാലൊക്കെ വെള്ളം കിട്ടുന്നതാണ്. ഇപ്പൊ കണ്ടത്തിലൊക്കെ കുഴിച്ചാലും അന്നേരം കാണും, പിന്നെ അങ്ങ് പറ്റി താന്നു പോകും. ഇപ്രാവശ്യം ഇത്രയും കഷ്ടം ഒരു നിവർത്തിയില്ല. നിറഞ്ഞൊഴുകുന്ന നല്ല നാളുകൾ സ്വപ്നം കണ്ട് മഴ കാത്തിരിക്കുകയാണ് ഇന്ന് ഈ പുഴയും ഒരു ദേശവും. കേരളം നേരിടുന്ന കൊടും വരൾച്ചയുടെ ഉത്തമോദാഹരണമാണ് അമ്പൂരിയിലെ വറ്റിവരണ്ട ഈ പുഴ. ഇതുപോലൊരു വരൾച്ച ഇതാദ്യമായാണെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്പൂരിയിൽ നിന്നും ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ. പത്തനംതിട്ട KSRTC ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധന. തിരുവനന്തപുരത്തു നിന്നുള്ള KSRTCയുടെ ഓപ്പറേഷൻസ് വിഭാഗമാണ് പരിശോധന നടത്തിയത്.
KSRTC ജില്ലയിൽ ഷെഡ്യൂൾ പ്രകാരം തന്നെ സർവീസ് നടത്തുന്നുണ്ടോ, കളക്ഷൻ കുറഞ്ഞ സർവീസുകളിൽ കളക്ഷൻ വർദ്ധിപ്പിക്കാൻ എന്തു ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളായിരുന്നു KSRTCയുടെ ഓപ്പറേഷൻസ് വിഭാഗം പ്രധാനമായും പരിശോധിച്ചത്. ഓപ്പറേഷൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഒറ്റപ്പെട്ട മേഖലകളിലേക്ക്, അതായത് ഇപ്പം മലയോര മേഖലകളിലേക്ക്, അതുപോലെ പ്രത്യേകിച്ച് ഒരു റൂട്ട് KSRTC മാത്രം ഓടുന്ന ചില റൂട്ടുകളുണ്ട്. അങ്ങനെയുള്ള റൂട്ടുകളിൽ നമ്മൾ സർവീസ് ക്യാൻസൽ ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള സർവീസുകൾ തുടങ്ങും. പിന്നെ ചെയിൻ സർവീസുകൾ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ കളക്റ്റീവായിട്ടുള്ള ചെയിൻ സർവീസുകൾ അത് പുനഃക്രമീകരിച്ച് ഓടുവാനുള്ളൊരു സംവിധാനം നമുക്ക് ആയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഈ മാസം 31-നകം തന്നെ അത് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അതുപോലെ തന്നെ ഷെഡ്യൂൾ വൈസ് ക്രോണോളജി അത് സംസ്ഥാനത്തുടനീളം നമ്മുടെ ടൈം ഗ്യാപ്പ് അനുസരിച്ച് അത് തയ്യാറാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ള നടപടികളും നമ്മുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ നിർദ്ദേശിച്ചനുസരിച്ച് അതും നമ്മൾ നടത്തി വരുന്നുണ്ട്. പരിശോധനയിൽ കളക്ഷൻ കുറഞ്ഞ സർവീസുകൾ കണ്ടെത്തുകയും അത് പുനഃക്രമീകരിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ബാംഗ്ലൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ബസ് സർവീസ് ഉടൻ ആരംഭിക്കുമെന്നും വിഷുവിന് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചും കൂടുതൽ സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും അനിൽകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. മലയാളികളുടെ ഹൃദയത്തിൽ നർമ്മത്തിന്റെ അനശ്വര സുവർണ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച മലയാളിയുടെ പ്രിയതാരം ജഗദീഷ് ശ്രീകുമാറിനെ കൈരളി TV ആദരിക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകിയാണ് ഹാസ്യ സാമ്രാട്ടിനെ കൈരളി TV ആദരിക്കുന്നത്. ദുബായ് സബീൽ പാർക്കിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി പുരസ്കാരം സമ്മാനിക്കും. മലയാള സിനിമയിൽ പകരം വെക്കാനാവാത്ത വ്യക്തിത്വം, മലയാള ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിലെ എക്കാലത്തെയും മികച്ച ഹാസ്യതാരം, ഹാസ്യ ചക്രവർത്തി, ഹാസ്യ സാമ്രാട്ട് എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത വിശേഷണങ്ങൾക്കുടമയാണ് ഈ താരം. സിനിമാ പ്രവർത്തകരുടെയും തലസ്ഥാനവാസികളുടെയും സ്വന്തം അമ്പിളിച്ചേട്ടൻ. മലയാളികളുടെ ഹൃദയത്തിൽ നർമ്മത്തിന്റെ അനശ്വര മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ജഗദീഷ് ശ്രീകുമാർ എന്ന വലിയ നടനെ കൈരളി TV പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ദുബായ് സബീൽ പാർക്കിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടി ജഗദീഷ് ശ്രീകുമാറിന് സമ്മാനിക്കും. വാഹനാപകടത്തെ തുടർന്ന് വെള്ളിത്തിരയിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത ജഗദീഷ് ശ്രീകുമാർ 5 വർഷത്തിന് ശേഷം ആദ്യമായാണ് പ്രവാസ ലോകത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഏപ്രിൽ 7-ന് ദുബായിൽ നടക്കുന്ന പുരസ്കാര സമ്മാന ചടങ്ങിൽ എത്തുന്നതിന്റെയും പ്രവാസികളുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന്റെയും സന്തോഷത്തിലാണ് അമ്പിളിച്ചേട്ടനും കുടുംബവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഫംഗ്ഷനിൽ ആക്സിഡൻറ്റിന് ശേഷം പപ്പയെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. പപ്പയ്ക്കൊരു ചേഞ്ചും പപ്പയുടെ മൈൻഡിനൊരു റിലാക്സേഷനും വേണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വരികയാണ്. അവശതകളൊക്കെ മറന്ന് പ്രവാസികളുടെ സ്നേഹവരവേൽപ്പിനായി കടൽ കടന്നു പോകാൻ പ്രാർത്ഥനയോടെ ജഗദീഷ് ശ്രീകുമാറും ഒരുങ്ങുകയാണ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 1ാം രാജ്യാന്തര വാർത്താ ചിത്രമേളയ്ക്ക് കൊല്ലത്ത് തുടക്കമായി. ആശ്രാമം യൂനൂസ് കൺവെൻഷൻ സെന്ററിലെ നിറഞ്ഞ സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്താ ചിത്ര ചരിത്രത്തിലെ അപൂർവ ഫോട്ടോകൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. വാർത്താ ചിത്രങ്ങളുടെ വിസ്മയരേഖയുമായി പ്രഥമ വാർത്താ ചിത്രമേള ആരംഭിച്ചു. വിഖ്യാത ഫോട്ടോ ജേർണലിസ്റ്റുകളായ രഘുറായിയെയും ബേൺസ് ബ്യൂവർമാനെയും ക്യാമറയിൽ പാർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. ചാനലുകൾ തമ്മിൽ നടക്കുന്ന ഒരു കാലം കൂടിയാണ്. ഇത്തരമൊരു കാലത്ത് എന്തും വാർത്തയാവുമെന്ന ഒരു അവസ്ഥയുണ്ട്. രഘുറായിയുടെയും ബേൺസിന്റെയും അപൂർവ ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. മികച്ച ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ബേൺസിൽ പറഞ്ഞു. ചിത്രങ്ങളില്ലാത്ത പത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും ബേൺസ് പറഞ്ഞു. This exhibition shows the best press photography in the world, and it gives you an impression of the work of the photojournalism, and it brings emotion
It's the first step that you read an article, and today a newspaper without photography, I can't imagine. മലയാള പത്രപ്രവർത്തന ചരിത്രം അടയാളപ്പെടുത്തുന്ന കേരളത്തിലെ പത്ര ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളും മേളയുടെ ഭാഗമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മുത്തൂറ്റിന്റെ സ്നേഹസമ്മാനം പദ്ധതിക്ക് തുടക്കമായി. നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കലയ്ക്കും സാഹിത്യത്തിനുമായി ജീവിതം മാറ്റിവെച്ച കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കായിരിക്കും പദ്ധതിയുടെ ആനുകൂല്യം.